വൾഗർ തൊപ്പി അറസ്റ്റിൽ. വൾഗർ തൊപ്പി അറസ്റ്റിൽ. തൊപ്പി തോക്ക്, തൊപ്പി തോക്ക്, തോക്ക് തൊപ്പി തപ്പി കിട്ടി, തപ്പി തോക്ക്. ആഹാ ഓഹോ, കേരള പോലീസ്. സൂപ്പർ. തോക്കൊക്കെ ആയിട്ട് നടന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഒരു ഒരു പ്രശ്നം പിടിച്ചൊരവസ്ഥയിൽ തോക്ക് ചൂണ്ടുക എന്ന് പറഞ്ഞാൽ വളരെ നിയമവിരുദ്ധമായ കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഉള്ള കാര്യം പറയാം. അതിപ്പോൾ കളിത്തോക്കാണെങ്കിലും ചൂണ്ടാൻ പാടില്ല. ഒരാളെ രീതിയിലേക്ക് ഇവര് സ്വയം രക്ഷയ്ക്ക് ചെയ്താന്നൊക്കെ പറയും. സ്വയം രക്ഷയ്ക്ക് അല്ലേ? അത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെടിയൊന്നും വെച്ചിട്ടില്ല, കാണിച്ചു വിട്ടോ പൊക്കോ കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ, കാര്യങ്ങൾ തീർക്കാം. അല്ല അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയാവും പിടിയാവും. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി അറിയാമല്ലോ. ചിലപ്പോൾ തൊപ്പി ചെയ്ത് കുറച്ചുകൂടി ഒരു എന്താ പറയണ്ടേ നല്ല കാര്യമാണ്, ഒരു വൃത്തിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം തോക്ക് ചൂണ്ടി കൊല്ലുവിടാം, നിന്റെ വീട്ടിൽ ഒന്ന് വെടിവെച്ച് കൊല്ലുവിടാമെന്ന് പറഞ്ഞ് ഭീഷണി ഒന്നും പെടുത്തുന്നില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം കാണിച്ചിട്ട് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാം, സംഘർഷാവസ്ഥ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ. അപ്പൊ പക്ഷെ മറ്റേ തോക്കുമായിട്ട് ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട്, നാശനഷ്ടങ്ങൾ എല്ലാ കൊല്ലും മരിച്ചു വാരിയെറിയുന്നു, ഭീതി സൃഷ്ടിക്കുന്നു, ഭയങ്കര കൊല്ലുമെന്ന് പറയുന്നു, രണ്ടുപേരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി പോയതിനോട് ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യമൊന്നും തൊപ്പിയോട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പോലീസ്, കേരള പോലീസ് പിന്നെ എനിക്കറിയില്ല. അതുമാത്രമല്ല, 3 ദിവസങ്ങൾക്ക് ശേഷം ബാലയുടെ വീട്ടിൽ തോക്കുണ്ടോ എന്ന് സർക്കാർ വാഹനത്തിൽ സർക്കാർ ശമ്പളത്തിൽ പോയിട്ട് അവർ കണ്ടെത്തുകയായിരുന്നു. അവിടെ ഇങ്ങനെ തോക്കൊന്നുമില്ല. ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞാൽ ചെറുത്താനൊക്കെ പറയുന്ന കള്ളത്തരമാണ്, പൈസ തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നൊക്കെയുള്ള പല സ്റ്റോറികൾക്കിടയിൽ സർക്കാർ വാഹനത്തിൽ സർക്കാർ ജീവനക്കാരൻ സർക്കാർ ശമ്പളത്തിൽ ചെന്ന് ഇങ്ങനെയുള്ള തെളിവ് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ തെളിയിക്കുമ്പോൾ ഒരു തമാശ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, പോലീസുകാർ ആരെയാ പറ്റിച്ചെന്നറിയോ? ഞാൻ തോക്ക് കണ്ടിട്ടില്ല കേട്ടോ. സ്മാക്ക് കൂടെ വന്ന 2 പേര്, ഒന്ന് ജിം മാസ്റ്റർ, പിന്നൊന്ന് ഒരു ഏതോ ലോക്കൽ ആരോ ഒരുത്തൻ, പിന്നെ വണ്ടിയിലുണ്ടാകുന്ന എലിസബത്ത് എന്ന് പറഞ്ഞ ബാലയുടെ ഭാര്യ, ലിവർ ഡൊണേറ്റ് ചെയ്ത ആള്, ആറാട്ടാണ്. ഈ 6 പേര്. പിന്നെ ആരോ ഉള്ളത് തോക്ക് കണ്ടെന്ന് പറയുന്നത്. പിന്നെ അവിടെ വീട്ടിൽ തോക്ക് ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്, യൂട്യൂബേഴ്സും അല്ലാത്ത തോക്ക് കൊണ്ട് വെടിവെപ്പ് വീഡിയോസ് അടക്കമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ട്, അത് കഴിഞ്ഞുമുണ്ട്. പിന്നെ അന്ന് തന്നെ ഇത് കണ്ട ഈ 6 പേരെ ഒരാളാണെങ്കിൽ, ഈ ചെയ്തവനാണെങ്കിൽ പോലും പോലീസിന് പട്ടി വില കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർക്ക്? ഇങ്ങനെ തോക്കൊക്കെ പിടിച്ചതെല്ലാം കാണിച്ചു. ഒന്നുമില്ല, അറ്റ്ലീസ്റ്റ് മാക്ക് എന്ന് പറഞ്ഞ യുവാവെങ്കിലും വിചാരിക്കത്തില്ലേ, പോലീസ് ഉളുപ്പില്ലാത്തവനെ, നാറി, നീ എന്തൊരു നാറിയാണെന്ന് വിചാരിക്കുമെന്നെങ്കിലും വിചാരിച്ച് ആ ഉത്തരവാദിത്വം അതൊന്ന് ആലോചിക്കുക. നമുക്ക് ഓക്കെ, അന്ന് വൈകിട്ട് തന്നെ എനിക്കും അവനും ഒരുപോലെ തോന്നി. കാരണം FIR ഇട്ടപ്പോൾ രാത്രി 3 മണിക്ക് ഒരു FIR ഇട്ട് തന്നേക്കുന്നത്. 6 മണി 7 മണിക്ക് എങ്ങാണ് നമ്മൾ ചെന്ന് പരിപാടി തുടങ്ങിയതാണ്. മീഡിയക്കാർ വാർത്തകളെല്ലാം ഒരു 8-9 മണിയോടുകൂടി കേരളം മുഴുവൻ അറിഞ്ഞു. പക്ഷേ പോലീസ് അറിഞ്ഞില്ല. തോക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പേടിച്ച് ഭയന്ന് കുറച്ചുപേർ അവിടെ വന്നപ്പോൾ FIR തോക്കില്ലടേ. ഇവരൊക്കെ കൊണ്ട് കൊടുക്കുന്ന എന്തെങ്കിലും പരാതിക്കാത്ത FIR ഇടുമ്പോൾ നമുക്കൊക്കെ വരുന്ന കേസുകളും അതിനകത്ത് വരുന്ന വകുപ്പുകളൊക്കെ കണ്ടിട്ട് അത് പോരാത്തതിന് തെളിവ് അന്വേഷിച്ച് അന്ന് തന്നെ ഇവിടെ വന്ന് ഈ ട്രൈപോഡും അല്ലെങ്കിൽ ഈ ഗിംബൽ പോലത്തെ യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിന് തെളിവെടുക്കാൻ വന്നിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ ബുദ്ധിമാന്മാരായ ആ മഹാമനുഷ്യരെ നമ്മളെങ്ങനെ, എന്താ ഇവരോട് തോന്നുന്നുണ്ട്? എനിക്കറിയാൻ വേണ്ടി വിഡ്ഢികളാണെന്ന് വിചാരിക്കണോ? ഞാനായാലും വിഡ്ഢികളെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ തൊഴിലൊക്കെ ചെയ്ത സമയത്ത് നല്ല വൃത്തിക്കാൻ ചെയ്തിരുന്നത്. ഈ തൊഴിൽ ഈ അറിയാത്തവരൊക്കെ പിടിച്ച് ഈ തൊഴിൽ നിർത്തിയിട്ട് ബാക്കി തൊഴിലറിയാവുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന, അന്തസ്സായിട്ട് ജീവിക്കുന്ന, കൈക്കൂലി മേടിക്കാത്ത, ഉത്തരവാദിത്വമുള്ള സത്യസന്ധരായ മനുഷ്യൻ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇമാതിരി നാറികള്, ഏച്ചികള്, പൂക്കൾ ഷഡ്ഡി, ഭാര്യയ്ക്കും മോക്കും വേണം, സർക്കാർ ശമ്പളം പോരാ, കൈക്കൂലി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇമാതിരി മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും 4 നേരം മൃഷ്ടാന്തം കൂട്ടിക്കുഴച്ച് വെട്ടിവിഴുങ്ങി അവന്റെയൊക്കെ ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെപ്പോലുള്ള പരമ ചെറ്റകൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള പണി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പഴയ സിനിമ. അയ്യോ, അതാ രസം. ഒരു കളക്ടറോ IPS ഉദ്യോഗസ്ഥനോ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോ ഡയലോഗ്, കാക്കിയിട്ടവന്റെ നേരെ കൈയോങ്ങിയാൽ നിനക്കൊന്നും നാമില്ല, തോട്ടത്തിലൊരുത്തനെ തല്ലി ചതച്ചാകും, നിനക്കൊന്നും നാമില്ല
എന്നൊക്കെ പറയുന്നത്. പിന്നെ BGM എടുത്തിട്ട് നടന്നു പോവാ, വീട്ടിൽ പോവാ, പരിപാടി ചെയ്യും, ഡ്യൂട്ടി ചെയ്യും. പിന്നെ ഇടി ഉണ്ടാക്കി കേട്ടോ, കുറച്ച് ഇടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഡയലോഗുകളാണ്. ബാക്കി അവര് നോക്കിക്കോളും. ഞാനിത് കൊച്ചച്ഛൻ കുണച്ചേ, അയ്യോ അതല്ലല്ലോ, കുണു 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 അതല്ലല്ലോ ഇതിനകത്ത് മ്യൂസിക്. മറന്നുപോയി. അങ്ങനത്തെ പടമൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള അത് ആ പോലീസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള സീനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തൊഴിലെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതിനൊന്നും ഒരിക്കലും എല്ലാ പോലീസുകാരെയും കുറ്റം പറയുന്ന പോലെ തോന്നരുത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം ആരെയാണെന്നും ഈ കേൾക്കുന്നവർക്ക് പറയാം ഇത് ആരെയാണെന്നും. കേൾക്കുന്നവർക്ക് മനസ്സിലായാൽ മതി ചെയ്തത് എന്തോരം തറ വേലയാണെന്നും അന്തസ്സില്ലാത്തവനാണെന്നും കൈക്കൂലിയൊക്കെ മേടിച്ച് ജീവിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായോ? അതുകൂടാതെ എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് മനസ്സിലായി നീയൊക്കെ വെറും നാറികളാണ്. ആ പോയവന്മാരും കൊണ്ടുവന്നവന്മാരും കാണിച്ചവന്മാരെല്ലാം ഉളുപ്പില്ലാത്തവന്മാരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത്രയും കാര്യം തുറന്നു പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെയുള്ള എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ എന്തെല്ലാം കാര്യങ്ങൾ മര്യാദ എന്നല്ല, ഏറ്റവും അന്തസ്സായിട്ടും അഭിമാനത്തോടു കൂടിയും സർക്കാർ ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്ത് കൈക്കൂലി ഒന്നും മേടിച്ച് ഇങ്ങനെ പൂക്കൾ ഷഡ്ഡി ഇടണം അതൊക്കെയല്ലേ പരിപാടി അല്ലേ? ഷഡ്ഡി എന്ന് പറയുമ്പോൾ പൂക്കൾ ഷഡ്ഡി, അങ്ങനെ ഈ ഷഡ്ഡിയൊക്കെ മേടിക്കാനും ഷഡ്ഡി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ കൈക്കൂലിയൊക്കെ മേടിച്ച് കണ്ട വേറെ വല്ലതിന്റെയൊക്കെ പണിയെടുക്കേണ്ടി വരും. അതിനുള്ള അന്തസ്സൊക്കെ ഉള്ളൂ നിനക്കൊക്കെ, മനസ്സിലായോ? നിനക്കൊക്കെ ആ വിലയേ ഉള്ളൂ, ഷഡ്ഡി വില. അതും പൂക്കൾ ഷഡ്ഡി വിലയുള്ള. പൂക്കൾ ഷഡ്ഡി അത്ര മോശം സാധനമല്ല കേട്ടോ, നല്ല സാധനമൊക്കെ തന്നെ. നല്ലതല്ലേ അങ്ങനത്തെ ഷഡ്ഡിയൊക്കെ മേടിച്ച് പിടിക്കാനുള്ള ഒരു ഭർത്താവിനുണ്ടെന്ന് പറയുന്നതും മകൾക്കത് മേടിച്ചു കൊടുത്തിട്ട് ആ മകളൊക്കെ ഇത് കിട്ടുകൊണ്ട് സ്കൂളിലൊക്കെ പോകുന്നൊക്കെ പറയുന്ന ആ ഒരു സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു അച്ഛനും ഒരു ഭർത്താവ് എന്നൊക്കെ പറയുന്നത് അത്ര മോശമല്ലല്ലേ? നല്ല കുടുംബം നോക്കുന്നൊരുത്തൻ. അതിന് വേറെ ഏതൊരുത്തന്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് തിന്നണം, എന്റെ കുടുംബത്തിന് ഷഡ്ഡി ഇടിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നാറികളെ, ഉളുപ്പില്ലാത്തവന്മാരെ. അപ്പോ ആ തൊപ്പിക്കുള്ള തോക്ക് അതൊക്കെ ഇരിക്കട്ടെ. അവിടത്തെ തോക്ക് ഇവിടത്തെ തോക്ക് തപ്പി രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് സ്വയരക്ഷയ്ക്ക് ഉപയോഗിച്ചതും മറ്റൊന്ന് വേറൊരുത്തനെ ഉപദ്രവിക്കും, കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച രണ്ട് തരം തോക്കുകളാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ആ രണ്ട് തോക്കുകളും കണ്ടത് കേരള പോലീസാണ്. മാത്രമല്ല ഈ വൾഗർ തൊപ്പി എന്ന് പറയുന്ന ആൾ മുൻപും ഇതിൽ സമാനമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അയാൾ പബ്ലിക് പ്ലേസിൽ നിന്ന് വഴി എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവനാണ്, ഭാവി തലമുറയെ തകർക്കാൻ ശ്രമിച്ചവനാണ്. അവനെ കേരള പോലീസ് രാത്രിക്ക് രാത്രി കഥക് ചവിട്ടിപ്പൊളിച്ച് തുറന്ന് അറസ്റ്റ് ചെയ്തവനാണ്. നിങ്ങൾ ഓർക്കണം, ഈ നാടിന്റെ നന്മയ്ക്കും ഈ നാട്ടിലെ യുവാക്കളുടെ വരും തലമുറയുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ടും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരായ രാജ്യദ്രോഹികളായ ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ടിട്ട് വാളി കളിത്തോക്ക് അല്ല, തൊപ്പി എനിക്ക് അതിനാ ചെയ്യുന്നത്. തൊപ്പി തോക്കെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടേ. എന്തടേ ഇത്? അല്ലാതെ ഒരിക്കലും വീട്ടിൽ തള്ളിക്കയറി വന്നിട്ട് തോക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് അന്വേഷിക്കാനും ആളില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന തോക്കായിരുന്നു, അത് ആവിയാവി പോകുന്നൊരു പ്രത്യേക തോക്കാണെന്ന് ചില വിദഗ്ധരിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു. അങ്ങനെ ആ തോക്ക് വെച്ച് ആരിലും വെടിവെച്ച് വന്നാലേ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പം തന്നെ കണ്ടെത്തണം. അല്ല 2 ദിവസമുണ്ട് സമയം കേട്ടോ. ആ 2 ദിവസത്തിനുള്ളിൽ ഇത് ആവിയായി പോകും, അതിന്റെ ഉണ്ട വരെ ആവിയായി പോകും. പോലീസുകാർ പിന്നെ ഉണ്ട തപ്പുവാന്ന് തോന്നുന്നു. തൊപ്പിയുടെ ഉണ്ട തപ്പിക്കൊണ്ടിരിക്കുക. ബാലയുടെ ഉണ്ട തപ്പാൻ ചെന്നപ്പോഴത്തേക്കിന് ബാലയുടെ തോക്കും ഉണ്ടയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണെന്നറിയത്തില്ല, ഇവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് നീ അങ്ങനത്തെ തോക്കൊന്നും ഇവിടെ ഇല്ല, വേറെ തോക്കാ കണ്ടത്, ബാലയുടെ തോക്ക് ഇവിടെ ഉള്ളു, വേറെ തോക്കൊന്നും കണ്ടില്ല. അതുപോലെ തെരഞ്ഞു പോട്ടെ. ഈ തിരയാൻ പോയവനുണ്ടല്ലോ, മറ്റേ വിസിറ്റിംഗ് റൂമിൽ ചായ കൂടി സംസാരിച്ചിട്ട് തോക്കുണ്ടെന്നൊക്കെ ഏതൊരുത്തും പറയുന്നത് കേട്ടു. അങ്ങനെ വന്നാ സാറേ തോക്കുണ്ടോ? ഇല്ല അങ്ങനെ തോക്കിന്റെ വേണ്ടി ഇല്ലടാ, പോടാ എന്ന് പറഞ്ഞു. പരിപ്പട കഴിക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാറേ, പരിപ്പടാ സാറേ, നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നെന്ന് അവിടെ പോലീസ് ചെയ്തിട്ട്. എന്നിട്ട് പൊടാന്ന് പറഞ്ഞു, ഇറക്കി വിട്ട്. എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ തോക്കുന്നില്ല, ഞങ്ങളിവിടെ എല്ലാം നോക്കി. അതേ സമയത്ത് 6 മോളത്തെ മുറി കൂട്ടിയിട്ടേക്കുന്നു, ഈ ഭാര്യ ഉത്സവത്തിന്റെ താഴത്തെ തോക്ക് കൂട്ടിയിട്ടേക്കുന്നു. രണ്ടുപേരെ ശരിക്കും ഞാൻ കൂട്ടിയിട്ട നിലയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലും പോലീസ് കണ്ടില്ല. പക്ഷെ പോലീസ് വന്ന കാര്യം അവർ കണ്ടു. അപ്പൊ വീണ്ടും പോലീസ് എന്തായി? പട്ടി വിലയുണ്ടോ ആ പോലീസിന്? ആരുടെയൊക്കെ മുന്നിൽ? ആറാടന്റെ മുന്നിൽ, ബാലയുടെ മുന്നിൽ, അന്ന് അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ അത്രയും പേരും കണ്ടു. ബാലയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന, ബാലയുടെ നക്കാപ്പിച്ച പറ്റുന്ന
അല്ലെങ്കിൽ ബാലയുടെ മുന്നിൽ പട്ടി വിലയുള്ള, പട്ടി എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള തീട്ട വിലയുള്ള പോലീസിനെ കണ്ടു, തീട്ടം വന്ന് തോന്നി അവർക്ക്. കാരണം ആ ഉടുപ്പിന്റെ കളറൊക്കെ വെച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ തീട്ടം പോലെ തോന്നി കാണും. അല്ല, എങ്ങനെ പറയുന്നേ? എനിക്ക് തോന്നിയില്ലേ ഒരു തീട്ടം പോലെ? അത് ആരുടെ കുഴപ്പമാ? ഇങ്ങനത്തെ തീട്ടപ്പണി കാണിക്കാവോ? ഒരു ഉത്തരവാദിത്വം വേണ്ടേ? അന്തസ് വേണ്ടേ? അഭിമാനം വേണ്ടേ? ജോലിയുടെ ഒരു ആത്മാർത്ഥത വേണ്ടേ? ആരുടെ ശമ്പളത്തിനാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഈ കണ്ട നാറുകളുടെ നിന്ന് ശമ്പളം മേടിക്കുകയാണോ നിങ്ങളുടെ പരിപാടി? കൈക്കൂലി മേടിക്കുമ്പോൾ നക്കാപ്പിച്ച് പറ്റിയിട്ട് അധികാര ദുർവിനിയോഗം. ആദ്യമൊക്കെ പോട്ടെ, അന്തസ് വേണം, അഭിമാനം വേണം, ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്വം വേണം. അല്ലാതെ അധികാര ദുർവിനിയോഗം അങ്ങനെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വേണം, ഒരു ഹ്യൂമൻ ബീയിങ്ങിനുള്ള ക്വാളിറ്റി എങ്കിലും വേണം. നാണം ഇല്ലാത്ത, ഉടുപ്പില്ലാത്തവനെ നീയൊക്കെ ഇറങ്ങി നടന്ന് കണ്ടവന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ട് ഷഡ്ഡി മേടിക്കാനായിട്ട് കാശുണ്ടാക്കിയിട്ട് ഏതൊരുത്തന്റെ അങ്ങോട്ട് ഉണ്ടാക്കി വിടുന്ന കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്നും പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. നാണം ഉടുപ്പില്ലാത്തവനൊക്കെ എന്തോ ചെയ്യണം? ഇങ്ങനെയുള്ളവന്മാരെ സർവീസിൽ ഇരുന്നത് അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവർക്ക് നാണക്കേടാണെന്നുള്ള ഒരു ബോധം കൂടെ ബാക്കിയുള്ളവർക്ക് വേണം. എനിക്ക് ആ ബോധം ഉണ്ടെന്ന് കരുതി ഞാൻ പറയുന്നത്. എനിക്കറിയാം മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ, ഉത്തരവാദിത്തോട്ട് ജോലി എടുക്കുന്നവരെ എനിക്കറിയാം. ഞാനും അങ്ങനെയൊക്കെ ജോലി എടുക്കുന്നവനാ. എന്റെ ജോലിക്കകത്തൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. ജോലി നല്ല ഒരിടത്തും ചെയ്യത്തില്ല. ഒരു നിരപരാധിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നവനെ അല്ലെ ഇതുപോലത്തെ തീട്ടം കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് തീട്ടം വരെ തിന്നാൻ മടിയില്ലാത്തവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഈ കാണുന്ന സാധനം ഒരു തീട്ടമാണോ എന്ന് തോന്നുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. നാറ്റം വരെ ഉണ്ടെന്ന് തോന്നി നിങ്ങൾക്ക്. എങ്ങനെ നാറാതിരിക്കും? ഉളുപ്പില്ലാത്ത പണിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാറും. നാണക്കേട്. എന്റെ കൂടെ ഉത്തരവാദിത്വം അത്. മനസ്സിലാവുന്നുണ്ടോ? പോലീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈവനെ പോലുള്ള ക്രിമിനൽസിനെ ഒന്നും താങ്ങാനുള്ളവരല്ല. ഇതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മുമ്പ് എവിടെയാ തൊപ്പിക്കുള്ളത്? എന്നാൽ ബാലയ്ക്കുണ്ട്. ബാല അക്രമാസക്തനായിട്ടുണ്ട്, പലരെയും മർദ്ദിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. എത്ര വീഡിയോ എവിഡൻസ് കിടക്കുക. യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ തുറന്നു നോക്കി പിന്നെ അടിച്ചവരുടെയും പീഡിപ്പിച്ചവരുടെയും പെണ്ണുങ്ങളെ അടക്കം പീഡിപ്പിക്കുന്നവൻ മനസ്സിലായോ? കിടക്കുകയാണ്, അടിച്ചു, ഉപദ്രവിച്ചു. എന്നിട്ട് അവനില്ല കുഴപ്പം. ഓരോ പ്രാവശ്യം ഓരോ കേസ് സാറേ എന്ന് വിളിച്ചിട്ട് ഓരോ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ പോലീസുകാർ ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ കയറി പറഞ്ഞാ വെള്ളം കൊണ്ടോടാ കുടിക്കട്ടാ എന്നാ സാറേ വെള്ളം. അവൻ എന്ത് ചെയ്യ? കളക്ടർ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കട്ടെ, അവിടെ നിന്ന് കളക്ടർ ഓഫീസിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു ഞാൻ തല്ലുവെന്ന്. കളക്ടറെ തല്ലുവെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല. കളക്ടർക്ക് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്ന് കമ്മീഷണർ പരാതി കൊടുത്തിട്ട് താഴെ ഇറങ്ങി നിന്നിട്ട് മീഡിയയുടെ മുന്നിൽ നിന്ന് കേരളത്തോട് പറഞ്ഞു ഞാൻ അടിക്കും, തൊഴിക്കും, വെടിവെക്കും, കൊല്ലുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് ഇപ്പഴാ മനസ്സിലായത്. ഓ, അത് അത്രയും പറയത്തില്ലേ. ഞാൻ തോക്കെടുത്തോണ്ട് ചെല്ലും, അടിച്ച് വെടിവെച്ച് കൊല്ലുമെന്നൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ അവനറിയാം പ്രശ്നമാവുന്നത്. അതുകൊണ്ട് അടിക്കും, തല്ലും എന്നൊക്കെ പറഞ്ഞു, ചവിട്ടും എന്നൊക്കെ, തൊഴിക്കും എന്നൊക്കെ. കളക്ടർ ഓഫീസിൽ അവന്റെ തന്തയുടെ വകയല്ലേ? കളക്ടർ ഓഫീസിലെ അല്ല, തന്തയുടെ വകയൊന്നുമല്ല. കളക്ടർ ഓഫീസിൽ ഇരിക്കുന്ന കളക്ടറൊക്കെ ഈ പറഞ്ഞ പോലെ എന്ത് വിലയാണ് അവൻ കൊടുത്തത്? ഈ കേരള പോലീസിന് മൊത്തത്തിൽ ഈ സിസ്റ്റത്തിന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? എന്നിട്ട് അതൊന്നും കാണത്തില്ല. അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ പിന്നെ അവധിയിൽ നക്കാപ്പിച്ചൊക്കെ മേടിച്ച് ജീവിക്കുന്ന ഓക്കൾ രണ്ടി ഭാര്യയ്ക്കും മോക്കും വേണം. എന്ത് ചെയ്യും? അയ്യോ, കൈക്കൂലി മേടിക്കണം. കഷ്ടം തന്നെ. നാണമുണ്ടോ? നാണമുണ്ടോ? ഇത് ചെയ്തവന്മാരാ ചോദിക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളവരെ ഒരിക്കലും, ഒരു പോലീസുകാരെ എനിക്ക് ഒരിക്കലും ഒരു വിരോധം ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ ഇത് വളരെ വിശ്വാസത്തോടുകൂടി അങ്ങോട്ട് ചെന്ന് പറയുന്ന കാര്യങ്ങൾ. അവന്മാര് വളച്ചൊടിച്ച് നമ്മളെ കളിയാക്കി നാണം കെടുത്തി വിടുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അനുഭവമില്ലേ? അങ്ങനെയുള്ളവന്മാരെ പറ്റി മാത്രമേ വീഡിയോ. അത്രയും നാറികളെ പറ്റിയും തെണ്ടികളെ പറ്റിയും ഈ പറഞ്ഞ പോലെ മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും 4 നേരം ദൃഷ്ടാന്തം കൂട്ടിക്കുഴച്ച് വെട്ടിവിഴുങ്ങി അവന്റെയൊക്കെ ആസനത്തിൽ പാലിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെപ്പോലുള്ള പരമചെറ്റകളെ പറ്റിയൊക്കെ മനസ്സിലാവുന്നു. ചെറ്റ is a politically incorrect word, but this is a dialogue from a old movie by a old movie actor, MP. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്ക് MP ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഞാനും ഒരു MP ആവട്ടെ നാളെ. അല്ലേ? ശരിയല്ലേ? ചെറ്റ എന്നൊക്കെ പറയുന്നു, മറ്റേ അങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുന്നേ. അങ്ങനെയുള്ളവരൊക്കെ MP ആയ നാട്ടിൽ വളി എന്ന് പറയുമ്പോൾ അയ്യോ, വളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഒരു വാർഡ് കൗൺസിലറോ ചെയർമാനോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ പറയണം. എനിക്ക് ചിലപ്പോൾ കുറച്ചൊരു MLA എങ്കിലും ആകാൻ പറ്റുമെന്ന് തോന്നുന്നു.
അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്. MLA MP ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ നാട്ടിലല്ലേ? എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക കുഴപ്പം ഞാൻ എവിടെയോ പറഞ്ഞപ്പോ ഉണ്ട്, തൊപ്പി പറഞ്ഞപ്പോ ഉണ്ട്, വേറെ ഏതൊരു ചെറുക്കൻ തഞ്ചിത്തക്കുന്ന വെള്ളം നിറച്ചപ്പോ ഉണ്ട്. ഡാം പൊട്ടുന്ന വിഷയമല്ല, പക്ഷെ കാറിനകത്ത് വെള്ളം കൊണ്ടുപോകാൻ പാടില്ല. ഈ കുഴിക്കകത്ത് വീണ ആൾക്കാർ മരിക്കുന്നതിന് കുഴപ്പമില്ല, റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയും ആക്സിഡന്റ്സ് ഉണ്ടാവുന്നത്. എന്തോന്ന് ട്രാഫിക്, റോഡ് സിസ്റ്റത്തിന്റെ ഫെയിലിയറും റോഡ് കണ്ടീഷന്റെ ഫെയിലിയറും കൊണ്ട് എത്ര പേര് മരിച്ചു? അതിനൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല, ആരും പറഞ്ഞില്ല. അവൻ വീഡിയോ എടുത്തിട്ടില്ല, ഇതുപോലത്തെ വെള്ളമല്ല ചാരായം കയറ്റിക്കൊണ്ട് പോയാലും അതിനകത്ത് മൊത്തം ഈ പറഞ്ഞ പോലെ ഹെറോയിനോ MDMA കയറ്റിക്കൊണ്ട് പോയാലും അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് അവരെ തന്നെ പറയണം, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും ഓട്ടി കൊടുക്കണം. അപ്പൊ ചെന്ന് കാണിക്കാൻ ഭയങ്കര മിടുക്കന്മാരായ കുറെ ഉദ്യോഗസ്ഥരുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊന്നും അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഈ പറഞ്ഞവന്മാരെ അറിയാവുന്നവർക്കോ ഒരു പോലീസുകാർക്ക് ഒരു വിരോധവും ഇല്ല. അതെനിക്കറിയാം, ആരെയാ പറയുന്നതെന്നൊക്കെ ഇവർക്ക് അറിയാം. എന്നെ പറ്റി ഇപ്പോൾ ആവശ്യമില്ലാത്തവരെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് എന്നെ പറ്റി അല്ല എന്ന് ബോധമുള്ള ഒരുപാട് പോലീസുകാരുള്ളത് കൊണ്ട് ചില നാറികളെ പറ്റി തന്നെയാ പറയുന്നത്. ആ നാറികളെ നിങ്ങൾക്കറിയാമല്ലോ, ആ നാറികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വെറും തെണ്ടികളെ പറ്റിയാ പറയുന്നത്. ആ തെണ്ടികളെ ഇതല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. അതും ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട, ഇത്രയും എന്താ പറയണ്ടേ, 1 രൂപ തെറ്റ് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ശമ്പളം മേടിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ആ ജോലിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഇവന്മാർക്ക് അറിയത്തില്ലേ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞു നടക്കുന്നിടത്ത് ഇപ്പൊ വന്ന് 1000 കുറ്റവാളികൾ 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള പോലെ തിരിഞ്ഞേക്കോ കാര്യങ്ങൾ. അത്രയ്ക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് ഇമാതിരി കേസ് കാണുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര സംഭവം നടത്തിയിരിക്കുകയാണ് കേട്ടോ. തൊപ്പി വൾഗർ തൊപ്പി എന്ന് പറഞ്ഞവനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണോ? വേണം, അവൻ ചെയ്തത് ശരിയല്ല. പക്ഷെ ഇത് എല്ലായിടത്തും ഒരുപോലൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നു. ഇതിലും വലുതാണ് ഞാൻ കാണിച്ച സാധനം, ഇത് കൊണ്ടുകൊടുത്തത്. ഒരുപാട് പ്രശ്നം അന്ന് തന്നെ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണ്ടേ. ഒരുത്തൻ കൊല്ലുമെന്ന് പറഞ്ഞ് തോക്കും കൊണ്ട് വരുമ്പോൾ ഒരു ഇന്ത്യൻ പൗരനെ നിന്റെ സ്വത്തിനും ജീവനും മാനത്തിനും ഞങ്ങൾ എന്തോ ഉറപ്പ് തരുന്നു, ഞങ്ങൾ നിങ്ങളെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഓർത്തെടുത്ത് ജോലി ചെയ്യുന്ന, അതിന് ശമ്പളം പറ്റുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാം അത് കളിപ്പാട്ടായിരിക്കും, ഈ പലതിനും തോക്കുണ്ടെന്ന്. അത് ഏത് തോക്കാന്ന് ഞാൻ കണ്ടുപിടിച്ച് ഇനി പിടിച്ചോണ്ട് കൊടുക്കണോ ഇവന്? ജോലിക്കിരിക്കുക, എന്താ ജോലി ചെയ്യണ്ടേ? ഞാൻ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത, ഉളുപ്പില്ലാത്ത, കണ്ടവന്റെയൊക്കെ കൈക്കൂലി മേടിച്ച് ജോലി ചെയ്യുന്നവനെ എന്ത് പറയും? അവനെ എങ്ങനെ നമ്മൾ റെസ്പെക്ട് ചെയ്യും? പോലീസ് ഫോഴ്സിനെ മൊത്തം നാണക്കേടല്ലേ ഇത്? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനും പരാതി കൊടുത്തു, എവിടെ ഒരു ഇതുമില്ല. സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരുത്തൻ നടൻ ഏതാണ്ടൊക്കെ കേസിൽ പ്രതിയായി കഴിയുമ്പോൾ അവനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അയ്യോ തപ്പി നടക്കുക, കണ്ടുപിടിച്ചു കൊടുക്കണേ, കണ്ടുപിടിച്ചു തരാം. ഇനി ആൾക്കാരെ പിടിച്ചും കൊണ്ടു കൊടുക്കണമായിരിക്കും.